ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വളരെയധികം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നിലവാരത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കേസുകളും അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്നെ ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ജീവിത നിലവാരമായിരുന്നു. ആർക്കും എന്നെ ചേർത്ത് കൊള്ളുവാനോ അല്ലെങ്കിൽ ആർക്കും എന്നോട് ദയ കാണിക്കാനോ ഒരു മനുഷ്യനും എന്നോട് അടുത്തിടപെടാനോ കഴിയാത്ത ഒരു ജീവിത നിലവാരം എനിക്കുണ്ടായിരുന്നു. ഞാൻ പല കേസുകൾ മുഖാന്തരം ഞാൻ അല്ലെങ്കിൽ പല കേസുകൾ മുഖാന്തരം ഞാൻ പോലീസിൻ്റെയും നിയമത്തിൻ്റെയും മുൻപിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കുടുക്കപ്പെട്ടവനായതുകൊണ്ട് ആ കുടുങ്ങിയ നിലവാരത്തിലായിരിക്കുന്നത് കൊണ്ട് എന്നോട് ആർക്കും അടുത്തിടപെടാൻ പറ്റാത്ത ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വളരെയധികം കയ്പേറിയ ജീവിത നിലവാരം, ആർക്കും എന്നോട് ദയ തോന്നാത്ത ഒരു ജീവിത നിലവാരം, എന്നോടാരും കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും എന്നോട് ദയ കാണിക്കാനോ പറ്റാത്ത ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലം. അങ്ങനെ വളരെയധികം ഒറ്റപ്പെട്ട നിലവാരത്തിൽ, വളരെയധികം തകർക്കപ്പെട്ട നിലവാരത്തിൽ ജീവിച്ചിരിക്കുന്നതിനോട് വളരെ താല്പര്യമില്ലാത്ത, വളരെ കയ്പേറിയ ഒരു ജീവിതാനുഭവത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇഹലോക ജീവിതത്തിൽ എനിക്ക് രൂപാന്തരം വരുത്തി ഇന്ന് കോടാനുകോടി മനുഷ്യരറിയുന്ന ഒരുവനാണ്. ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ഞാനൊരു ദൈവിക അനുഗ്രഹമായി തീരുവാനും സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സകല വിഷയത്തിനും പരിഹാരകനായി തീർന്നു. ഞാൻ എന്തുകൊണ്ട് ഈ ജീവിതാനുഭവം നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത നശിച്ച നിലവാരത്തിൽ വളരെ സങ്കടപ്പെടുന്ന, മാനസികമായി തകർക്കപ്പെട്ട നിലവാരത്തിൽ ഏറെ ദുഃഖമനുഭവിക്കുന്ന, വളരെ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ ഒരു നിയോഗമായിട്ട് കാണുവാനിടയായി. ആരുടെയും സപ്പോർട്ടില്ലാതെ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമായി, ജീവിതം ഒരു പരാജയമായി, എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന നിലവാരത്തിൽ തകർക്കപ്പെടുന്ന, വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ചിലർക്ക് എൻ്റെ ജീവിതാനുഭവം പറയണമെന്നും അവർക്ക് ഒരു ദൈവിക വിടുതലും അനുഗ്രഹവുമായി തീരും എന്ന് ദൈവാത്മാവിനെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ നിലവാരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു നിർത്തട്ടെ. എൻ്റെ ഇഹലോക ജീവിതത്തിൽ ഒരു മനുഷ്യനും ദയ കാണിക്കാതെ വണ്ണം, ആർക്കും വേണ്ടാതെ വണ്ണം, അന്ന് കണ്ട എല്ലാവർക്കും ഒരു തലവേദനയായി, വളരെ സങ്കടമായി, നിരാശജനകമായ അവസ്ഥയിൽ, വളരെയധികം നശിച്ച നിലവാരത്തിൽ തകർന്നുപോയ, ജീവിതം തന്നെ വളരെ കയ്പേറിയ നിലവാരത്തിലായ അവിടെ നിന്ന് എന്നെ വിടുവിച്ച, എന്നെ രക്ഷിച്ച, എൻ്റെ സകല വിഷയത്തിനും പരിഹാരം വരുത്തി ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്ത ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ഉറപ്പായിട്ടും ഒരു മനുഷ്യനും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയത്താലാണ് നിങ്ങൾ ഭാരപ്പെടുന്നു എന്ന് നിങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ഏതെല്ലാം നിലവാരത്തിൽ, ഏതെല്ലാം വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിടുതൽ പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു എന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനും, എത്ര മരണകരമായ ജീവിതാനുഭവങ്ങളിലാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിലും അതിന്
കൃത്യമായൊരു മറുപടിയുണ്ട്. അതിന് വിശുദ്ധ വേദപുസ്തക പ്രകാരം നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട് എന്ന് ആയിരം വട്ടം പല വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഞാൻ അനുഭവിച്ചറിയുവാനും അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള വഴി പറഞ്ഞു തരാനും ആ തകർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വന്ന് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഉറപ്പായിട്ടും ഇഹലോക ജീവിതത്തിൽ എത്രയും നശിച്ചവനായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെയും സപ്പോർട്ടില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ, വളരെ കൈപ്പേറിയ അനുഭവങ്ങളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ, മരണത്തെ വളരെ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സകല വിഷയത്തിനും പരിഹാരകനായതുപോലെ നിങ്ങൾ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം നോക്കുന്നില്ല. ഏത് ജാതി മത വർണ്ണ വ്യത്യാസം എന്താണെന്നൊന്നും കർത്താവ് നോക്കുന്നില്ല. മാനവജാതിയുടെ വിടുതലിനു വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ സകല വിഷയത്തിനും പരിഹാരകനായിത്തീരും. എന്താ? ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് സകല വിഷയത്തിനും പരിഹാരം യേശു ക്രിസ്തുവിലൂടെ നേടിയെടുത്ത് ദൈവമഹത്വമായി മുൻപോട്ട് ജീവിക്കുന്നത് നല്ലതല്ലേ? ഉറപ്പായിട്ടും ആ വിശേഷിക്കപ്പെട്ട അനുഭവത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് കഴിയും. ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിക്കേണ്ടതെന്ന് ജീവിതാനുഭവത്തിലൂടെ അങ്ങോട്ട് പറഞ്ഞു തരുവാൻ എനിക്ക് കഴിയും. എല്ലാ തരത്തിലും നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, വലിയ അനുഗ്രഹം പ്രാപിച്ച് നന്നായി മുൻപോട്ട് പോകുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ ഉറപ്പായിട്ടും എൻ്റെ ഇഹലോക ജീവിതത്തിൽ എൻ്റെ സകല വിഷയത്തിനും പരിഹാരകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഴിയും. നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്ന് തോന്നിയാലും നിങ്ങൾക്ക് വിളിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്താ? എൻ്റെ ജീവിതത്തിൽ സകല വിഷയത്തിനും പരിഹാരം നൽകി തന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും ദൈവവും നിങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരകനുമായി അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നത് നല്ലതല്ലേ? വളരെ മരണകരമായ അനുഭവത്തിൽ നിന്ന് ജീവിക്കുവാൻ, അസാധാരണമായ ദൈവമഹത്വമായി തീരുവാൻ, വളരെ രാജ്യങ്ങളിൽ കടന്നുപോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമാറാക്കുവാൻ ഇടയാക്കി തീർത്ത നസ്രയനായ യേശു ക്രിസ്തു നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സകല വിഷയത്തിനും പരിഹാരകനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എന്താ? ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതല്ലേ? ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.